നമസ്കാരം എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒരു 2 മടങ്ങ് ബെറ്റർ ആക്കുന്നതിനുള്ള കുറച്ച് കിടിലൻ ട്രിക്കുകളെ കുറിച്ചാണ്. എനിക്കറിയാം ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാരുടെയും വലിയൊരു പ്രശ്നമാണ് ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോകുന്നു എന്നുള്ളത്. ഒരുപാട് വീഡിയോസൊക്കെ ഇതിനു മുമ്പും നമ്മുടെ ചാനലിലും വേറെ പല ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു തരാത്ത വളരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും ഇരട്ടിയാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് നേരെ പോയിന്റുകളിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് വരിക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെടുത്തിയ ചില ട്രിക്കുകളൊക്കെ ചില ഫോണുകളിൽ കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പരിചയപ്പെടുന്ന കാര്യങ്ങൾ ഒട്ടുമിക്ക ഫോണിലും തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ആരുടെയും ഫോണിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഫോണും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പ്രതിവിധികൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് അവിടെ സെർച്ച് ചെയ്യേണ്ടത് സെർച്ചിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സിങ്ക് എന്ന് പറയുന്നൊരു സെർച്ച് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി സിങ്ക് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ടൊരു പോപ്പപ്പ് വരുന്നത് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി സിങ്ക് ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുക. ഓഫ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ നെറ്റിൻ്റെ ഡേറ്റ കൂടുതൽ എടുക്കുമെങ്കിലും ബാറ്ററി യൂസേജ് കൂടുതലായിട്ട് എടുക്കുമെങ്കിലും ഇത് ചെയ്യണമെന്നും പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ഫോണിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട, ഓക്കെ കൊടുത്ത് പോവുക. അതായത് ആ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വിട്ടു പോയേക്കരുത്. നിങ്ങളുടെ വഴിക്ക് നമ്മൾ സിങ്ക് ചെയ്തില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാനുവലായിട്ട് തന്നെ നിങ്ങളത് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്ത് സിങ്ക് ചെയ്യാതിന് ശേഷം ഓഫ് ചെയ്ത് വയ്ക്കുക വഴി നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഡബിളാക്കി മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോണിൽ നിന്ന് ബാറ്ററി ഇറങ്ങി പോകുന്ന വലിയൊരു സംഭവമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി പെർഫോമൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. പല ആൾക്കാരും ഫോണിൽ ബാറ്ററി ലാഭിക്കാനായിട്ട് വേണ്ടിയിട്ട് ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടുള്ളൂ. അപ്പം പെട്ടെന്ന് കുറഞ്ഞു പോക്കോളും, അതുപോലെ തന്നെ കൂടി പോക്കോളും. പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. അത് ഭയങ്കര ഒരു വലിയ മണ്ടത്തരമാണ്. ഒരു കാരണവശാലും ബാറ്ററി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആവുന്ന പരിപാടി ഇടരുത്. നമ്മൾ മാനുവലായിട്ട് തന്നെ എപ്പോഴും ഒരു 30% ഇട്ടോ അല്ലെങ്കിൽ ഒരു 25% ഒക്കെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഈ ഓട്ടോമാറ്റിക് ഇടുമ്പം ഈ ലൈറ്റ് പോകുന്നതിനനുസരിച്ച് ഇതിലെ സെൻസറുകൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക ഡിസ്പ്ലേയിൽ ലൈറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതുവഴി എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ പോകുന്നതിന് മാത്രമാണ് കാരണമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി എന്താ പറയുക ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി പെർഫോമൻസ് ബെറ്റർ ആവുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ കാണും. ആപ്ലിക്കേഷൻ്റെ എന്താ പറയുക ചവറ് കണക്കിന് ആപ്ലിക്കേഷൻ എല്ലാവരുടെയും ഫോണിൽ കാണും. പലപ്പോഴും പല ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഫോണിൽ ആവശ്യം പോലും നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം എൻ്റെ ഫോണിൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം 75 ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഞാൻ മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ അത്രയൊക്കെ തന്നെ കാണും. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഒന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കളഞ്ഞാൽ ആപ്ലിക്കേഷനൊക്കെ പോകും. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യണം. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ ഒരുപാട് സിസ്റ്റം ആപ്സൊക്കെ ഉണ്ട്. അതിൽ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്താൽ കിട്ടുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന കളയുക, വേണ്ടത് അല്ലാത്തത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ട് അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മച്ച് ബെറ്ററായിട്ട് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫോണിൽ വേണ്ടാത്ത ആപ്ലിക്കേഷനെല്ലാം ഡിസേബിൾ ആക്കിയിടാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ല അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പം ചുമ്മാ അൺഇൻസ്റ്റാൾ കളയരുത്, അത് വേറെ പണിയാവും. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായ രീതിയിൽ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആ സംഭവം അറിയില്ലെങ്കിൽ താഴെ ലിങ്ക് ഇട്ടേക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിനി അവസാനമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാറ്ററി സേവിങ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൽ വീണ്ടും ബാറ്ററി പോവുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട് ബാറ്ററി സേവർ എന്ന് പറയുന്ന ഒരു
സിസ്റ്റം അവരുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന അസ്യൂസ് ആണ്. അപ്പം ഇതിൽ നമുക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം ജസ്റ്റ് ബാറ്ററി എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓൺ ആക്കി ഇടാനായിട്ട് ശ്രമിക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഫോണിലുണ്ട്. ഇപ്പോൾ എൻ്റെ അസ്യൂസിൻ്റെ ഈ ഫോണിലുണ്ട്, പിന്നെ എൻ്റെ കയ്യിലുള്ള സാംസങ്ങിൻ്റെ ഫോണിലുണ്ട്. അപ്പം നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ബാറ്ററി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വളരെ മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബാറ്ററി സേവിങ്ങിനുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ബാറ്ററി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടും രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഇനി നാളെ മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.